ഹലോ ലേണേഴ്സ്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് FIUGP കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് AEC ടെക്സ്റ്റിൽ സോ യു വാണ്ട് ടു ബി എ മോട്ടിവേഷൻ സ്പീക്കർ, അതായത് മൊഡ്യൂൾ സെക്കൻഡ് സ്പീക്കിംഗ് പറഞ്ഞ മൊഡ്യൂൾ സെക്കൻഡിൽ മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് സോ യു വാണ്ട് ടു ബി എ മോട്ടിവേഷൻ സ്പീക്കർ ഷെബ് ഹൈക്കിൻ്റെ ആ ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സോ യു വാണ്ട് ടു ബി എ മോട്ടിവേഷൻ സ്പീക്കർ, ഓക്കെ, അതുകൊണ്ട് ആൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. അല്ല, ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് ആളവിടെ നമ്മുടെ റൈറ്റർ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും മോട്ടിവേഷൻ സ്പീക്കർ ആവണോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ്, അതായത് കുറേ ആൾക്കാർ ഇങ്ങനെ മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കിങ്ങിൽ വന്നിട്ട് പ്രോമിനൻറ്റ് അല്ലെങ്കിൽ ഫേമസ് ആയ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതായത് ഷെബ് ഹൈക്കിൻ പറഞ്ഞ മോട്ടിവേഷൻ സ്പീക്കർ എങ്ങനെ സ്പീക്കർ ആയി, ഓക്കെ, ആൾ ഏതൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ആയത്, ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മോട്ടിവേഷൻ സ്പീക്കർ ആവുമ്പോൾ, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീക്കേഴ്സ് ആരൊക്കെയാണ് ഉള്ളത്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഏതൊരു മൊഡ്യൂളിൽ ഏതൊരു ചാപ്റ്റേഴ്സ് ആണെങ്കിലും ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഓത്തറിനെ കുറിച്ചും ടെക്സ്റ്റിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടാവും, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടാവുക, ഓക്കെ. എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. നമ്മുടെ പോയിൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റുള്ള ഓരോ പാരഗ്രാഫ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരഗ്രാഫിലുള്ള പോയിൻറ്റ്സ് ഒക്കെ ഒരു ബുള്ളറ്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഈസിയായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഓരോ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് വന്നിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും, ഓക്കെ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ചാപ്റ്റർ. ഇൻട്രൊഡക്ഷൻ. Sheb Hyken's So You Want to Be a Motivation Speaker offers practical guidance for aspiring motivation speakers, drawing on his expertise in customer service and experience to provide actionable advice for building a successful career in the field, okay. അപ്പോൾ ആദ്യം ഈ പോയിൻ്റ് കൊണ്ട് ആൾ ഉദ്ദേശിക്കുന്നത് ഷെബ് ഹൈക്കിൻ എഴുതിയ ഒരു ടെക്സ്റ്റാണ്, ഒരു വർക്കാണ് ഈ സോ യു വാണ്ട് ടു ബി എ മോട്ടിവേഷൻ സ്പീക്കർ. അത് ആദ്യം ആ കാര്യം തന്നെ മനസ്സിലാക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുന്ന സമയത്ത് തന്നെ കൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം സമയത്ത് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ, ഓക്കെ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വന്നിട്ട് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്ന കാര്യം പ്രാക്ടിക്കൽ ഗൈഡൻസ് ഫോർ ആസ്പയറിംഗ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ്. അതായത് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ. അത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഗൈഡൻസ് ആണ് മോട്ടിവേഷൻ സ്പീക്കർ നമുക്ക് ആവശ്യം, ഓക്കെ, അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആൾ വന്നിട്ട്, അതായത് നമ്മൾ ഷെബ് ഹൈക്കിൻ പറഞ്ഞ ആൾ ഒരു കസ്റ്റമർ സർവീസിലായിരുന്നു ആദ്യം ആൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആൾ പിന്നീട് മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ആൾ മാറിയിട്ടുള്ളത്. ഇപ്പോഴും കുറേ പേര് മോട്ടിവേഷൻ സ്പീക്കർ മാത്രം ഇരിക്കുന്ന ആൾക്കാർ, അതൊരു ജോബായിട്ട് മാത്രം ചെയ്യാണ്ട് അവർ ഏതെങ്കിലും ഒരു ജോബ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറുന്ന ആൾക്കാരും കുറേ പേര് ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരാളാണ് നമ്മുടെ ഷെബ് ഹൈക്കിൻ. ആൾ എന്നിട്ട് കസ്റ്റമർ സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ ആൾ കസ്റ്റമർ സർവീസിൽ തന്നെ ആൾ എന്താണ് ഒരു സക്സസ്ഫുൾ കരിയറാണ് ആ ഒരു ഫീൽഡിൽ ആൾ ചെയ്തിട്ടുള്ളത്. അതുകൂടാണ്ട് തന്നെ ആൾ മോട്ടിവേഷൻ സ്പീക്കർ ആവണം എന്നൊരു ആഗ്രഹം കൂടി ആൾ ചെയ്തിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ ആൾ പറയുന്നത്, ഓക്കെ. നെക്സ്റ്റ് പോയിന്റിൽ ദ ബുക്ക് പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഫോർ ദോസ് ഹു സീക്കിംഗ് ടു മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്ട് ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ. ഇപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവണം എന്നുള്ള ആൾക്കാർക്ക്, ഓക്കെ, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്, എന്തൊക്കെ ഇൻസൈറ്റ്സ്, വാല്യുബിൾ എന്തൊക്കെ ഇൻസൈറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഓക്കെ. അതൊക്കെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക മോട്ടിവേഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പാക്റ്റ് ആവാം, ഓക്കെ, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, ഓക്കെ. അതായത് മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ്, നമുക്ക് ഏതൊരു ഫീൽഡാണെങ്കിൽ നമുക്ക് ഓരോ സ്ട്രാറ്റജീസ് നമുക്ക് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ അല്ലേ. ആ മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഇൻസൈറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം, അതേപോലെ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ശ്രദ്ധിക്കണം, ഓക്കെ. അതിനെക്കുറിച്ചൊക്കെ ഈ ടെക്സ്റ്റിൽ പറയുന്ന ഈ ബുക്കിൽ പറയുന്നത് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. തേർഡ് പോയിന്റ്.
എ ഗൈഡ് ഫോർ ന്യൂ കമേഴ്സ്. ഓക്കെ, പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കിങ്ങിൽ വരുന്ന ആൾക്കാർക്ക് ഒരു ഗൈഡായിരിക്കും ഈ ഒരു ടെക്സ്റ്റ്. ഓക്കെ, എന്തൊക്കെ ഗൈഡ് പറയുമ്പോൾ എന്താണ്, നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് തരുന്ന നോളേജ് തരുന്ന ഒരു ഡോക്യുമെൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പബ്ലിക് സ്പീക്കിംഗ് ആയിട്ടുള്ള പബ്ലിക് സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ, മോട്ടിവേഷൻ സ്പീക്കർ ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഒരു ഗൈഡാണ്. അതേപോലെ തന്നെ കവറിങ് ക്രാഫ്റ്റിംഗ് മെസ്സേജസ്, പ്രസൻറ്റേഷൻ സ്കിൽസ് ആൻഡ് ബിസിനസ് ആസ്പെക്ട്. ഓക്കെ, ബിസിനസ് ആസ്പെക്ട്സിലാണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ സ്കിൽസാണ് ഉപയോഗിക്കേണ്ടത്, ഓക്കെ, ബിസിനസ്സിൻ്റെ ആസ്പെക്ട്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ്സിലുള്ള അതിനെക്കുറിച്ചും, സ്കിൽസിനെ കുറിച്ചും, മെസ്സേജസിനെ കുറിച്ചും, എങ്ങനെ മെസ്സേജ് ക്രാഫ്റ്റ് ചെയ്യണം അതിനെക്കുറിച്ചും പബ്ലിക് സ്പീക്കിംഗ് വന്നിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കാനും, അതൊക്കെ ന്യൂ കമേഴ്സിന്. ഓക്കെ, അപ്പോൾ ന്യൂ കമേഴ്സിന് ഒരു ഗൈഡൻസ് ഒക്കെ ആവശ്യമാണ്. ആദ്യം ഒരു സ്പീക്കേഴ്സ് ആവുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല അല്ലേ. പക്ഷേ ഈ ടെക്സ്റ്റ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ ഷേപ്പ് ഹൈക്കിൻ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇത് എഴുതിയിട്ട്, എന്താണ്, ആർക്ക് വേണമെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആവാം. കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ആവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മോട്ടിവേഷൻ സ്പീക്കർ ആവാനും ആവാണ്ടിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്, നെക്സ്റ്റ് നമുക്ക് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്, സോ യു വാണ്ട് ടു ബി മോട്ടിവേഷൻ സ്പീക്കർ എഴുതിയ ആരാണ്, ഷെപ്പ് ഹൈക്കിൻ. ഓക്കെ, ഓഫേഴ്സ് കോളേജ് പ്രാക്ടിക്കൽ ഗൈഡൻസ് ആൻഡ് ക്രാഫ്റ്റിംഗ് ഡെലിവറിങ് ഇമ്പാക്ട്ഫുൾ സ്പീച്ചസ് ഫോർ അക്കാഡമിക് പ്രസൻറ്റേഷൻ, പ്രോജക്റ്റ്, ഫ്യൂച്ചർ പ്രൊഫഷണൽ റോൾസ്. ഓക്കെ, ഇത് വായിച്ചു കഴിയുമ്പോൾ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് മാത്രം ആവാനല്ല, നമ്മുടെ പ്രൊഫഷണലായിട്ട് ഇനി ഫ്യൂച്ചർ വരുന്ന പ്രൊഫഷണൽസ്, നമ്മൾ ഓരോ പ്രൊഫഷൻസ് ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക അല്ലേ, നമ്മുടെ ജോലി. അപ്പോൾ അതിനും കൂടെ ഒരു ഹെൽപ്ഫുൾ ആവുന്ന പോലെയാണ് ഈ ഒരു ചാപ്റ്റർ ആൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതേപോലെ the article focus on enhancing public speaking skills and effective communication strategy. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ ഈ ഒരു ടെക്സ്റ്റ് വന്നിട്ട് മെയിനായി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, പബ്ലിക് സ്കിൽസ്. ഓക്കെ, നമ്മുടെ പബ്ലിക് സ്കിൽസ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം, അതൊരു പോയിന്റ്. പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെക്കുറിച്ചുമാണ്. ഇല്ലെങ്കിൽ മോശമായിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ കുറച്ച് ബെറ്റർ ആക്കാം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, കമ്മ്യൂണിക്കേഷൻ ബാഡ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഗുഡാക്കിയിട്ട് മാറ്റാം. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പബ്ലിക് സ്പീക്കിങ്ങിനെ എൻഹാൻസ് ചെയ്യാനും അതേപോലെ തന്നെയാണ് നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻസ് വന്നിട്ട് സ്ട്രാറ്റജീസ് ഇൻക്രീസ് ചെയ്യാൻ ഇല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ടെക്സ്റ്റിന് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻസൈറ്റ് ഇൻ ടു ക്രാഫ്റ്റിംഗ് കമ്പലിംഗ് മെസ്സേജസ് ആൻഡ് എൻഹാൻസിങ് ദ ഓഡിയൻസസ്. ഓക്കെ, പബ്ലിക് സ്പീക്കേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്, ഗ്രാബിങ് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് അല്ലേ. ഓഡിയൻസ് വന്നിട്ട് എല്ലാവരും ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം അല്ലേ, അല്ലെങ്കിൽ ഓഡിയൻസ് വേറെ ഒന്നിലും ശ്രദ്ധ തിരിക്കാണ്ട് ആളിനെ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരാളുടെ വിജയം, ഒരു സ്പീക്കറിൻ്റെ വിജയം അല്ലേ. അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓക്കെ, എങ്ങനെയൊക്കെ മെസ്സേജസ് ഡെലിവർ ചെയ്യണം. ഇപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ടോ, ബിസിനസ്സിൻ്റെ ആയിരിക്കും, ബ്യൂട്ടീൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ അവൻ്റെ ലൈഫിനെ കുറിച്ച് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കർ, അങ്ങനെ ഓരോ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട് അല്ലേ. പക്ഷേ അതിൻ്റെ ഗോൾ എന്തായിരിക്കണം, ആ കൊടുക്കുന്ന മെസ്സേജ് കറക്റ്റായിട്ട് ഓഡിയൻസിന് റീച്ച് ചെയ്യണം. ഓഡിയൻസ് എല്ലാവരും സംസാരിക്കുന്ന സ്പീക്കറിൻ്റെ അടുത്തായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടാവുക. ഓക്കെ, ഈ രണ്ട് കാര്യം ഒരു മോട്ടിവേഷൻ സ്പീക്കറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടെക്സ്റ്റിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ടെക്സ്റ്റും ഇതേപോലെ തന്നെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പാരഗ്രാഫിന് പോയിൻറ്റ്സ് ആക്കിയിട്ട് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോയിൻറ്റ്സ് ആക്കിയിട്ടാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോയിൻറ്റ്, സിൻസ് 1983 I have been traveling the world as what some would call a motivation speaker. So is that what I am? Maybe. Let me explain. ഓക്കെ, അപ്പോൾ ആൾ പറയുന്നത് 1938. ഓക്കെ, 1938 ആ ഇയർ തൊട്ട് തന്നെ ആളെന്താ, ട്രാവലിംഗ് ആണ്, വേൾഡ് ഫുള്ളും ട്രാവൽ ചെയ്യുന്നൊരു പേഴ്സണാണ്, ട്രാവലറാണ്, അല്ലെങ്കിൽ എക്സ്പ്ലോററാണ് നമ്മുടെ ഷെപ്പ് ഹൈക്കിൻ. ഓക്കെ, എന്നിട്ട് ആൾ പറയുന്നുണ്ട് വാട്ട് സം വുഡ് കോൾ എ മോട്ടിവേഷൻ സ്പീക്കർ. അപ്പോൾ ആളിങ്ങനെ ഓരോ പ്ലേസസ് ഇൻ ദ വേൾഡിലും ട്രാവൽ ചെയ്യുന്ന എന്തിനാണ്, 1983 തൊട്ട് ആളൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീച്ചസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആൾ ഇത്രയും കാലം. ഓക്കെ, 1983 തൊട്ട് തന്നെ വേൾഡിൽ ഓരോ പ്ലേസിലും ആൾ ട്രാവൽ ചെയ്തുകൊണ്ട് സ്പീക്കിംഗ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്പീക്കറായിട്ട് മാറുകയാണ്. ഓക്കെ, അതെങ്ങനെയാണ് എന്താണെന്നിട്ട് ഞാൻ പറയാം. ഐ ഹാവ് ആക്ച്വലി ബീൻ ട്രാവലിംഗ് ദ വേൾഡ് ആസ് എൻ എക്സ്പേർട്ട് ഹു ഓൾസോ സ്പീക്സ് ആൻഡ് മൈ എക്സ്പെർട്ടൈസ് ഈസ് ഇൻ ദ വേൾഡ് ഓഫ് കസ്റ്റമർ സർവീസ് ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും വർഷം ട്രാവൽ ചെയ്യാൻ എന്തിനായിരുന്നു, എൻ്റെ കസ്റ്റമർ സർവീസ്, അതായത് ആൾ ചെയ്യുന്ന ഒരു ജോബ്. ഓക്കെ, ഡൊമൈൻ ആയിട്ടുള്ളൊരു പെർമനൻ്റ് ആയിട്ട് ആൾ ചെയ്യുന്ന ജോബ് കസ്റ്റമർ സർവീസാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടാനും പോരാണ്ട് ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവാനും വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും കാലം 1983 തൊട്ട് ഞാൻ
ഈ വേൾഡിൽ വന്നിട്ട് എന്താണ് ട്രാവൽ ചെയ്തുകൊണ്ട് ഇരുന്നത്. ഓക്കെ, ഈവൻ വിത്ത് ദ ടൈറ്റിൽ ഓഫ് കസ്റ്റമർ സർവീസ് ആൻഡ് എക്സ്പീരിയൻസ് എക്സ്പേർട്ട് ഐ എം സ്റ്റിൽ റെഫർ ടു ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ. അപ്പോൾ ആൾ കസ്റ്റമർ സർവീസും എക്സ്പീരിയൻസ് എക്സ്പേർട്ടാണ്. പക്ഷേ അങ്ങനെ അറിയുന്നതിനെക്കാട്ടിലും ആ ഒരു ടാഗ് ലൈൻ ആ ഡെസിഗ്നേഷൻ അറിയുന്നതിനെക്കാട്ടിലും എനിക്ക് എന്താ മോട്ടിവേഷൻ സ്പീക്കർ എന്നെല്ലാവരും പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ജോബ് ഞാൻ ചെയ്യുന്ന എത്രയാണ് ഹാപ്പിനെസ് കിട്ടുന്നത് അതേ അളവിലുള്ള ഹാപ്പിനെസ്സാണ് എന്താണ് എനിക്ക് ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയ സമയത്ത് എനിക്ക് കിട്ടുന്നത് എന്നാണ് ആൾ പറയുന്നത്. അതായത് 2 ജോബും ആൾ ഒരുപാട് സ്നേഹിച്ച ജോബാണ്. ആ 2 ജോബ് ചെയ്യാൻ ആൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്തായിട്ടൊരു കസ്റ്റമർ സർവീസ് ആൻഡ് എക്സ്പീരിയൻസ് എക്സ്പേർട്ടായിട്ടും അതേ ആസ് വെൽ ആസ് ദ മോട്ടിവേഷൻ സ്പീക്കർ. ആർ മൈ സ്പീച്ചേഴ്സ് എൻ്റർടൈനിങ്? നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് എൻ്റെ സ്പീച്ചേഴ്സ് ഒക്കെ വന്നിട്ട് ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ളതാണോ എന്നിട്ട് ആളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറയുന്നത് ആളൊരു ആൻസർ പറയുന്നത് ഐ ഹോപ്പ് സോ. ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഈവൻ ജോക്ക് വിത്ത് മൈ ക്ലയൻറ്റ്സ് ദറ്റ് ഇഫ് ദ ഓഡിയൻസ് ഡസൻറ്റ് ലാഫ് ഐ ഡോണ്ട് ഗെറ്റ് പെയ്ഡ്. അപ്പോൾ ആളുടെ കൊളീഗ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ക്ലയൻറ്റ്സിൻ്റെ അടുത്തൊക്കെ ആളിങ്ങനെ ഒരു സ്പീച്ച് പറയുന്ന സമയത്ത് ആ ക്ലയൻറ്റ്സിൻ്റെ അടുത്തൊക്കെ ആൾ പറയാറുണ്ട്, ഇപ്പോൾ ഓഡിയൻസ് ഒന്നും ചിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാഫ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ആൾക്ക് പൈസ കിട്ടില്ല. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട്. വെച്ചാൽ നമ്മുടെ ഒരു സക്സസ് നമ്മൾ സ്പീച്ച് കൊടുത്ത സമയത്ത് ആ ഓഡിയൻസ് ഞാൻ മുമ്പിൽ പറഞ്ഞപ്പോൾ തന്നെ ഓഡിയൻസ് ഫോക്കസ് ഫുൾ നമ്മുടെ ആയിരിക്കണം അല്ലേ. അപ്പോൾ അതിന് എല്ലാ സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കില്ല. പിന്നീട് നമ്മൾ വേറെ എവിടെയും ഏതൊരു ഫോറമിൽ നമുക്ക് എന്താണ് നമ്മളെ വിളിക്കൂല മോട്ടിവേഷൻ സ്പീക്കറായിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ഒരു കരിയർ ഒന്ന് ഗ്രോത്ത് ഉണ്ടാവില്ല. ഓക്കെ, ഓക്കെ, അപ്പോൾ അങ്ങനെ ആൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, അതായത് എൻ്റെ സ്പീച്ചസ് എൻ്റർടൈനിങ് ആണോ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ സ്പീച്ച് കൊടുക്കുന്ന സമയത്ത് ഓഡിയൻസ് ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഗെറ്റ് പെയ്ഡ് എന്നാണ് പറയുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ മൈ സ്പീച്ചസ് ആർ എഡ്യൂക്കേഷണൽ? ഞാൻ കൊടുക്കുന്ന ആ ഒരു സ്പീച്ചസ് എഡ്യൂക്കേഷനാണോ? ഞാൻ കൊടുക്കുന്ന ആ ഒരു സ്പീച്ചിൽ എവിടെയെങ്കിലും എഡ്യൂക്കേഷൻ്റെ ആസ്പെക്ട്സ് ഉണ്ടോ? ഓക്കെ, അബ്സല്യൂട്ട്ലി. ആളെന്ന് ആൻസർ പറയുന്നത് അബ്സല്യൂട്ട്ലി, തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ആൾ പറയുന്നത്. ദാറ്റ്സ് വാട്ട്സ് മൈ ക്ലയൻറ്റ് ഹയർ മീ. ഓക്കെ, അതുകൊണ്ടാണ് എന്നെ ഓരോ ക്ലയൻറ്റ്സ് എന്താണ് ഹയർ ചെയ്യുന്നത്, എന്നെ വിളിക്കുന്നത്. ഓക്കെ, ഓരോ മോട്ടിവേഷൻ സ്പീച്ച് കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പീച്ച് കൊടുക്കുന്നത് ബൈ ഡെലിവറിങ് ദ മോട്ടിവേഷൻ സ്പീച്ച്. ഓക്കെ, ഹി ഹാസ് ബീൻ ഇൻക്ലൂഡിങ് ദ പോയിന്റ്സ് വിച്ച് ഇസ് അലൊക്കേറ്റഡ് അല്ലെങ്കിൽ വിച്ച് ഇസ് റെഫേഴ്സ് ടു എഡ്യൂക്കേഷൻസ്. ഓക്കെ, എഡ്യൂക്കേഷനെ കുറിച്ച് ആൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്, ക്ലയൻറ്റ്സ് എല്ലാവരും എന്നെ ഹയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആൾ പറയുന്നത്. ഓക്കെ, ആർ മൈ സ്പീച്ചസ് മോട്ടിവേഷൻ? നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, എൻ്റെ സ്പീച്ചസ് മോട്ടിവേഷൻ. അപ്പോൾ ആദ്യം ചോദിച്ചു എൻ്റർടൈനിങ് ആണോ എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ദറ്റ് എഡ്യൂക്കേഷണൽ. ദെൻ തേർഡ് വൺ ഇസ് ദറ്റ് മോട്ടിവേഷണൽ. ദ ഷോർട്ട് ആൻസർ ഈസ് യെസ്. അതിന് ആളൊരു ഷോർട്ട് ആൻസറാണ് കൊടുത്തത്. ഐ ഹോപ്പ് സോ അബ്സല്യൂട്ട്ലി പോലെ തന്നെ ആളൊരു ഷോർട്ട് ആൻസറാണ് കൊടുത്തിട്ടുള്ളത്. സോ ഡസ് ദറ്റ് വാട്ട് മേക്സ് മീ മോട്ടിവേഷൻ സ്പീക്കർ ഇൻ എ സെൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറ്റിയത്. ആ ഒരു സെൻസിലാണ് എന്നെ എന്നിട്ട് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആൾ കൊടുക്കുന്ന എന്നിട്ട് എൻ്റർടൈനിങ് ആണോ ചോദിച്ചാൽ ആൾ കുറച്ച് സംശയമുണ്ട്. പക്ഷേ എന്താണ് എഡ്യൂക്കേഷൻ ആണോ ചോദിച്ചപ്പോൾ അതേ, മോട്ടിവേഷൻ ആണോ ചോദിച്ചപ്പോൾ അതേ നിന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹിയർ ഇസ് മൈ കോർ ബിലീഫ് അബൌട്ട് എവറി സ്പീക്കർ ഹൂ സ്റ്റെപ്സ് ഓൺ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആൾ പറയുന്നത് അതായത് എൻ്റെ ഒരു കോർ, അതായത് ആളുടെ ഷെബ് ഹേക്കിൻ്റെ ഒരു കോർ ബിലീഫ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ആളുടെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു കോറായിട്ട് വിശ്വസിക്കുന്ന ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, എന്ത് കാര്യമാണ്? ഓരോ സ്പീക്കേഴ്സും സ്റ്റേജിൽ സ്റ്റെപ്പ് ഓൺ ചെയ്യുമ്പോൾ ഓക്കെ, അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ആ ഒരു സ്റ്റേജിൽ ഉള്ളിലോട്ട് ആ സ്റ്റേജിൽ പോകുന്ന സമയത്ത് ഓരോ സ്പീക്കേഴ്സിനും ഈ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് വേണം എന്നാണ് ഷെബ് ഹൈക്കിൽ എന്നിട്ട് വിശ്വസിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അതെന്തൊക്കെ കാര്യങ്ങളാണെന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ആൾ പറയുന്നുണ്ട് ഓൾ സ്പീക്കേഴ്സ് മസ്റ്റ് ബി മോട്ടിവേഷൻ. ആൾ പറയുന്നുണ്ട് സ്റ്റേജിൽ ഒരു മോട്ടിവേഷൻ സ്പീച്ച് കൊടുക്കാൻ വേണ്ടി കയറുന്ന ആൾ, ഓക്കെ, ഒരു സ്പീക്കർ. ആ സ്പീക്കർ എന്തായിരിക്കണം? ഓൾ സ്പീക്കർ മസ്റ്റ് ബി മോട്ടിവേഷൻ. എന്തായാലും മോട്ടിവേഷനായിട്ട് ആ മുമ്പത്തുള്ള ആ അല്ലെങ്കിൽ മുന്നിലുള്ള ആ ഒരു ഓഡിയൻസ് വന്നിട്ട് കയ്യിലെടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ അവനൊന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റിയ, അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ കയറുന്ന എല്ലാ ആൾക്കാരും ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആണെന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഉറച്ച് വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ കോർ ബിലീവ് ചെയ്തിട്ട് വേണം നമ്മളെന്താ ഏതൊരു സ്റ്റെപ്പിൽ നമ്മൾ കയറേണ്ടത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അവിടെ നിങ്ങൾ ടെക്സ്റ്റിൽ ഓൾ സ്പീക്കേഴ്സ് മസ്റ്റ് ബി മോട്ടിവേഷൻ എന്നിട്ട് കുറച്ചൊരു ഡാർക്കായി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാ സ്പീക്കേഴ്സും സ്റ്റേജിൽ കയറുന്ന സമയത്ത് നമ്മൾ മോട്ടിവേഷൻ സ്പീക്കർ ആണ് എന്നുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ മനസ്സിലൊന്ന് അത് ജസ്റ്റ് ഒന്ന് മേമർ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലത് ഓർത്തിട്ട് വേണം നമ്മൾ സ്റ്റേജിൽ കയറാൻ. ഓക്കെ, നെക്സ്റ്റ് ആൾ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീക്കേഴ്സിനെ കുറിച്ച് അവിടെ ആൾ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ സ്പീക്കേഴ്സാണ് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം.
ആദ്യം പ്രൊഫഷണൽ സ്പീക്കർ, ഓക്കെ, പ്രൊഫഷണൽ സ്പീക്കർ, ഇൻഡസ്ട്രി സ്പീക്കർ, സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട്, ഇൻസ്പിറേഷണൽ സ്പീക്കർ, മോട്ടിവേഷൻ സ്പീക്കർ, അങ്ങനെ 5 ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സിനെ കുറിച്ചാണ് ആളവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം പ്രൊഫഷണൽ സ്പീക്കേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊഫഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ someone who is paid to speak in front of an audience, ഓഡിയൻസ് മുന്നിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓഡിയൻസ് മുന്നിൽ നമ്മൾ മോട്ടിവേഷൻ സ്പീച്ച് കൊടുക്കുന്ന സമയത്ത് ആൾക്ക് എന്താ പൈസ കിട്ടും. ഓക്കെ, പൈസ പെയ്ഡാണ്, ഫ്രീ ആയിട്ടല്ല, പെയ്ഡാണ്, പൈസ കൊടുത്തിട്ടാണ് ക്ലൈൻറ്റ്സ് അവിടെ കൊണ്ടുവന്നിട്ട് ആ ഫോറം നിർത്തുന്ന ആളിനെ, എന്നിട്ട് വേണം ആൾ അവിടെ നിന്ന് ഒരു സ്പീച്ച് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സിന് പറയുന്ന പേരെന്താണ്? പ്രൊഫഷണൽ സ്പീക്കേഴ്സ്. ഓക്കെ, The next one is the industry speaker. Industry speaker എന്ന് പറയുമ്പോൾ someone who may or may not get paid to speak in front of the audience of his or her peers, people who are in ദ സെയിം ഇൻഡസ്ട്രി. ഓക്കെ, ഈ ഇൻഡസ്ട്രി സ്പീക്കർ എന്ന് പറയുമ്പോൾ അതായത് അവർക്ക് ചിലപ്പോൾ പെയ്ഡ് ആയിരിക്കും, ചിലപ്പോൾ അൺപെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പൈസ കൊടുക്കാത്ത ആൾക്കാരായിരിക്കും. അവർ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് മുമ്പിൽ ഒരേ ഡൊമൈനിൽ അല്ലെങ്കിൽ ഒരേ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പിയേഴ്സിന് അല്ലെങ്കിൽ കൊളീഗ്സിന് കൊടുക്കുന്ന സ്പീച്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു HR-ൻ്റെ ആണ് വെച്ചാൽ, ഓക്കെ, HR-ൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസാണ് ഓഡിയൻസ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ആ സംസാരിക്കുന്ന ആളെന്താണ്? ഒരു HR മോട്ടിവേഷൻ സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ അവർ കൊടുക്കുന്ന ആ HR മോട്ടിവേഷൻ സ്പീക്കർ കൊടുക്കുന്ന ആ ഒരു ഓഡിയൻസ് എന്തായിരിക്കും? ആൾക്ക് അതേ ഡൊമൈനിൽ, ഓക്കെ, അതേ ഫീൽഡിലുള്ള കൊമേഴ്സിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ HR ആ ഫീൽഡിലുള്ള ആൾക്കാർ അവർക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പിയേഴ്സിന് കൊളീഗ്സ്, ഓക്കെ, കൂടെ വർക്ക് ചെയ്യുന്നവർ, ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൈസ കിട്ടും, ചിലപ്പോൾ പൈസ കിട്ടില്ല. പക്ഷേ മുമ്പടുത്തുള്ള ഓഡിയൻസ് എന്താണ്? ആളുടെ അതേ ഡൊമൈനിൽ, ആളുടെ അതേ ഒരു ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ സെയിം ഇൻഡസ്ട്രി, ഓക്കെ, അതേ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രൊഫഷണൽ സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ മുമ്പിലുള്ള ആൾ ചില വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ള ആളായിരിക്കാം, ഓക്കെ, പക്ഷേ എന്താ അവർക്ക് പൈസ കൊടുത്തവർ സംസാരിക്കാം, അങ്ങനത്തെ ആൾക്കാർ പ്രൊഫഷണൽ. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രി സ്പീക്കേഴ്സ് സെയിം ഇൻഡസ്ട്രിയുള്ള ആൾക്കാർ തന്നെ സംസാരിക്കുക. ഓക്കെ, then third is that subject matter expert. Okay, paid or not, this type of speaker is brought in to share information. Okay, paid ആയിരിക്കും അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിരിക്കും ഈ ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സ്, ബട്ട് their valuable resources are recognized as experts in the field. Okay, പൈസ ഒന്നിനെ നമ്മൾ പെയ്ഡ് ആയിരിക്കും, ആ സ്പീക്കേഴ്സ് പൈസ കൊടുക്കും, അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിരിക്കും. പക്ഷേ ആ ഒരു കാര്യത്തിനെ കുറിച്ച് അവരെന്താ വെൽവേഴ്സ്ഡ് നോളേജ് ഉണ്ട്. അവർ ഏത് കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്, അതിന് എന്താണ് എക്സ്പേർട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഈ സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട് എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിനെ കുറിച്ച് ആ സ്പീക്കർ എക്സ്പേർട്ട് ആയിരിക്കും കേട്ടോ. ആ ഫീൽഡിനെ കുറിച്ച് അവർക്ക് എല്ലാം അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ സംസാരിക്കുന്ന സമയത്ത് എന്താ അവർക്ക് പൈസ ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ അൺപെയ്ഡ് ആയിരിക്കും. ഓക്കെ, അവരെന്തിനാ വരുന്നത്? അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ആ എക്സ്പെർട്ടൈസ് വരും, കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന നോളേജ്. ഓക്കെ, അതാണ് ഈ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് കൊണ്ട് പറയുന്നത്. സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് പറഞ്ഞാൽ പെയ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ നോട്ട് പെയ്ഡ് ആയിരിക്കും. പക്ഷെ എന്താണ്? ദേ വിൽ ബി എക്സ്പെർട്ടൈസ് ഇൻ ദറ്റ് പെർട്ടിക്കുലർ സബ്ജക്ട്. ഓക്കെ, ആ സബ്ജക്റ്റിൽ എക്സ്പെർട്ടൈസ് ആയിരിക്കും. അപ്പോൾ അവർ വരുന്നത് എന്തിനാണ്? ഓഡിയൻസ് ജസ്റ്റ് അവർ എക്സ്പീരിയൻസ് ആയി അല്ലെങ്കിൽ എക്സ്പേർട്ടായ ആ കാര്യത്തിനെ കുറിച്ച് ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി, പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഈ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിപ്പോൾ നോക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്പീക്കർ ഇൻസ്പിറേഷണൽ സ്പീക്കേഴ്സ്. ഓക്കെ, ആ ഒരു വേർഡ് തന്നെ വി ക്യാൻ ഏബിൾ ടു know what type of speaker it is, right? അതായത് typically someone who speaks on an emotional topic, his or her own story is moving and inspiring, perhaps about having overcome adversity and or with an emotional story to share. Okay, അപ്പോൾ ഇൻസ്പിറേഷണൽ സ്പീക്കേഴ്സ് പറയുമ്പോൾ ഒരു പേഴ്സൺ, അതായത് അവൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവരെന്താണ് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് അവൻ്റെ ലൈഫിൽ ഓവർകം എല്ലാ ബുദ്ധിമുട്ടുകളും പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്തിട്ട് അവരുടെ ലൈഫിൽ ഒന്ന് സക്സസ് വന്നിട്ട് അറ്റൈൻ ചെയ്ത പീപ്പിൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇമോഷണലായിട്ട്, അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സ് നമ്മൾ ഇൻസ്പിറേഷണൽ സ്പീക്കേഴ്സ് നമ്മൾ പറയാം. അങ്ങനത്തെ സ്പീക്കേഴ്സൊക്കെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ സമയത്ത് തന്നെ നമുക്ക് കുറച്ചുകൂടി അങ്ങനത്തെ ഒക്കെ സ്പീച്ചസ് നമുക്ക് കേൾക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സ് നമ്മൾ ഇൻസ്പിറേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറയാം. ഓക്കെ, അവൻ്റെ ലൈഫിൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഇമോഷണൽ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അവൻ്റെ ലൈഫിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അവർ ആ സ്പീച്ചിലൂടെ പറയും. എങ്ങനെ അവർ കഷ്ടപ്പെട്ടു, എങ്ങനെയൊക്കെ ഒരു ലൈഫിൽ എന്നിട്ട് ഗ്രോത്ത് ഉണ്ടായി, എങ്ങനെയാണ് അതിന് ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായത്, അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ഓവർകം ചെയ്ത്, ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആ സ്പീക്കേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഈ ഇൻസ്പിറേഷണൽ സ്പീക്കേഴ്സ്. ഓക്കെ, the last type of speaker it is
മോട്ടിവേഷണൽ സ്പീക്കർ, ഓൾ ഓഫ് ദ എബോ. ഓക്കെ, മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ ഓഫ് ദ എബോ, എല്ലാം. ഓക്കെ, നമ്മളിപ്പോൾ ഓരോന്ന് പറഞ്ഞല്ലോ, പ്രൊഫഷണലും ഇൻഡസ്ട്രി, സബ്ജക്റ്റും ഇൻസ്പിറേഷനും എല്ലാം പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 4 ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയുന്ന പേര് മോട്ടിവേഷണൽ സ്പീക്കർ. അപ്പോൾ അവരെന്താണ്? ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും പറയണം, പിന്നെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും പറയണം, അവർക്ക് പൈസ കിട്ടും. ഓക്കെ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നോളേജ് വെച്ചിട്ട് പറയണം. അതേപോലെ തന്നെ ഇൻഡസ്ട്രി ആയിട്ടുള്ള കാര്യം, അതായത് അവർക്ക് ആ ഓഡിയൻസ് ഓരോ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അവർ ഇപ്പോൾ ടീനേജേഴ്സാണ് ഓഡിയൻസ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ടൈപ്സ് ഓഫ് സ്പീക്കേഴ്സിനും ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് പറയുന്ന കാര്യം ആ ഒരു സ്പീക്കറാണ് മോട്ടിവേഷൻ സ്പീക്കർ. ഓക്കെ, ഓൾ ഓഫ് ദ എബോ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് ബൈ മിസ്റ്റേക്ക് ആയിട്ട് അവിടെ വന്നതാണ് കേട്ടോ പ്രൊഫഷണൽ സ്പീക്കർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മോട്ടിവേഷൻ സ്പീക്കർ എന്നിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൾ കൊടുത്തിട്ടുണ്ട്. അതായത് ആൾ ഈ ഒരു കാര്യം, അതായത് ആളൊരു മോട്ടിവേഷൻ സ്പീക്കർ, ഏതൊരു സ്പീക്കേഴ്സ് ആണെങ്കിലും സ്റ്റേജിൽ കയറുന്ന സമയത്ത് നമ്മൾ എന്താ മോട്ടിവേഷൻ സ്പീക്കർ ആണ് എന്നിട്ട് കോർ ബിലീഫ് നമുക്ക് വേണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടെ ടൈപ്സും പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു സ്റ്റേജിൽ കയറിക്കഴിഞ്ഞ് നമ്മൾ സ്പീച്ചൊക്കെ മോട്ടിവേഷൻ സ്പീച്ച് കൊടുത്തു കഴിഞ്ഞ ശേഷം ആ ഓഡിയൻസിന് കിട്ടുന്ന റെസ്പോൺസസ് എന്തൊക്കെയായിരിക്കും. ഓക്കെ, ഏതൊരു സ്പീക്കേഴ്സിനാണെങ്കിലും ഈ 4 ക്വസ്റ്റ്യൻസിലെ ആൻസേഴ്സ് അവർ സ്പീച്ച് കൊടുത്ത ശേഷം ഇറങ്ങിയ സമയത്ത് അവർക്ക് കിട്ടേണ്ടതാണ് ഫ്രം ദ ഓഡിയൻസ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ആളവിടെ പറയുന്നുണ്ട്, വൺ ഓഫ് ദ ക്ലോസിംഗ് സ്ലൈഡ്സ് I use in many of my speeches as the following. ഓക്കെ, അപ്പോൾ നമ്മൾ ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ സ്ലൈഡ്സൊക്കെ BPT ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അവസാനത്തെ സ്ലൈഡ്സിൽ എന്തായാലും ഇപ്പോൾ ഏതൊരു സ്പീച്ചിനാണെങ്കിലും അവസാനം ഒരു ഫീഡ്ബാക്ക് സെഷൻ പോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു കാര്യമാണ് ഇവിടെ ആൾ വന്ന് പറയുന്നത്. അതായത് ആൾ സംസാരിക്കുന്ന സമയത്ത്, ആൾ സ്പീച്ച് കൊടുക്കുന്ന സമയത്ത് while delivering the motivation speech, okay, he might be including one slide at the last of the speech. Okay, it might be എങ്ങനത്തെ ഒക്കെ ആയിരിക്കും, കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടാവും ആ സ്ലൈഡിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ യു ഡു? ഓക്കെ, ഒരു സ്പീച്ച് ആളുടെ ഇപ്പോൾ ഷേപ്പ് ഹൈക്കിൻ്റെ മോട്ടിവേഷൻ സ്പീച്ച് കഴിഞ്ഞ ശേഷം ഓക്കെ ആൾ ചോദിക്കുന്ന ചോദ്യം, ഓഡിയൻസിന് ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് വിൽ യു ഡു? ഓക്കെ, നിങ്ങൾ എന്താ ഇനി അങ്ങോട്ട് ചെയ്യാം? ഇത് കേട്ട് കഴിഞ്ഞതിന് മുമ്പ് ഈ കാര്യങ്ങളൊന്നും അറിയില്ല അല്ലേ. ആ ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുന്ന മുമ്പ് ആ പറഞ്ഞ ആളുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് മുമ്പിലേ അറിയാം, ചിലപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, പുതിയതായി കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സ്പീച്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അതാണ് ആളവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാട്ട് വിൽ യു ഡു? ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ സ്പീച്ച് കൊണ്ട് വല്ല മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാവോ? ഓക്കെ, ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ കൊണ്ട് ആളെ ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് വാട്ട് വിൽ യു ചേഞ്ച്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുമ്പ് കുറേ കാര്യങ്ങൾ അറിയാത്തുണ്ടാവും. ഈ സ്പീച്ചിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ എന്ത് ചേഞ്ചാണ് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? ഓക്കെ, വാട്ട് ഇസ് ദ ചേഞ്ച് വിച്ച് യു ബ്രോട്ട് ഇൻ ടു യുവർ ലൈഫ്? ഓക്കെ, ആഫ്റ്റർ ഹിയറിംഗ് ദി സ്പീച്ച്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് വാട്ട് വിൽ യു സ്റ്റോപ്പ് ഡൂയിങ്? ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അത് ഈ സ്പീച്ച് കേട്ട ശേഷം ഇനി അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത്രയും കാര്യം ഐ ഹാവ് ബീൻ ഡൂയിങ് സംതിങ് റോങ്. ഓക്കെ, വാട്ട് ഇസ് ദറ്റ് റോങ് തിങ്? ഓക്കെ, വാട്ട് ഇസ് ദറ്റ് തിങ് എന്നാണ് നെക്സ്റ്റ് ആൾ ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് നിങ്ങൾ വാട്ട് വിൽ യു സ്റ്റോപ്പ് ഡൂയിങ്? ഓക്കെ, സ്പീച്ച് കേട്ട ശേഷം നിങ്ങൾ എന്തിലാണ് നിങ്ങൾ ഇനി ചെയ്യാൻ പാടില്ല, ഈ കാര്യം ഐ വിൽ ബി സ്റ്റോപ്പിംഗ് അല്ലെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് എന്ന് പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ദെൻ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് വിൽ യു ഷെയർ വിത്ത് യുവർ ടീം? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ കേട്ടു, നിങ്ങളുടെ ടീം അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അവൻ്റെ അടുത്തൊക്കെ നിങ്ങൾ എന്താ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവിടെ ചോദിക്കുന്നത്. If I have done my job and the same goes true for any speaker, the speech will move to the audience to some kind of action. Okay, അപ്പോൾ നമ്മൾ ഒരു സ്പീക്കർ ഒരു സ്റ്റേജിൽ കയറുന്ന സമയത്ത് മോട്ടിവേഷൻ സ്പീക്കർ ആവണം എന്നിട്ട് ആ ഒരു കോർ ബിലീഫ് എന്ന് അവർക്ക് ഉണ്ടാവും. ആ സ്പീച്ച് കൊടുത്ത ശേഷം അവസാനം ഈ ഒരു 4 ക്വസ്റ്റ്യൻസ് അവർ വന്നിട്ട് ചോദിക്കും. ഓക്കെ, ഏതൊരു സ്പീക്കർ ആണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും ഓഡിയൻസ് നിന്ന് പ്രതീക്ഷിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ആൻസേഴ്സ് എന്തായാലും വിൽ ബി എക്സ്പെക്ട് ഫ്രം ദ ഓഡിയൻസസ്. ഓക്കെ, ദെൻ ലേറ്റർ ലുക്കിംഗ് ടു ഹോൺ യുവർ സ്പീക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് ആൾ പറയുന്നുണ്ട് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസൊക്കെ ഹോൺ പറഞ്ഞത് ഒന്നുകൂടി ഷാർപ്പൻ ചെയ്യാൻ, ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അതാണ് ആളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ സ്കിൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് സ്കിൽസാണ് നമുക്ക് ഹോൺ ചെയ്യുക? ഹോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് മെൻ ബൈ സ്മൂത്ത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊന്നും കൂടെ എന്താ ഒരു ഷാർപ്പൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ. ഓക്കെ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെ, അങ്ങനത്തെ എന്തൊക്കെ സ്കിൽസാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ
സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ ഉണ്ടാവേണ്ടത് എന്നാണ് നെക്സ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ ആൾ കൊടുത്ത കുറച്ച് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ആൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആളുടെ ലൈഫിൽ പേഴ്സണലായിട്ട് ആൾക്ക് എങ്ങനെയൊക്കെ ആളുടെ സ്പീക്കിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെയാണ് ആളവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ആൾ ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്തോ ഇല്ലെങ്കിൽ അതിൻ്റെ സ്പീച്ചസാണ് കേട്ട ആളോ എന്നിട്ട് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക അതൊക്കെ കുറിച്ചാണ് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഗൈഡൻസ് ഒക്കെ യു ക്യാൻ ഏബിൾ ടു ഫോളോ ഇറ്റ്. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ബി എ മോട്ടിവേഷൻ സ്പീക്കർ. യെസ്, അപ്പോൾ ആൾ ആദ്യം ഒരു കോച്ചിനെ കുറിച്ച് സ്പീക്കിംഗ് കോച്ചിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ എന്തായാലും മോട്ടിവേഷൻ സ്പീക്കിങ്ങിൽ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കറും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നല്ലൊരു സ്പീക്കർ ആവണം അല്ലേ, നമ്മൾ സ്പീക്കിംഗ് സ്കിൽസ് വേണം. അപ്പോൾ അതിനൊരു കോച്ച് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ആൾ പറഞ്ഞ കോച്ചിൻ്റെ പേരാണ് പാട്രിസിയ ഫ്രിപ്പ് പറഞ്ഞൊരു പേഴ്സണാണ് കേട്ടോ. അപ്പോൾ ആൾ എങ്ങനത്തെ ഉള്ള ഒരു പേഴ്സണാണ്? ഹൂ ഈസ് എ സ്പീക്കിംഗ് കോച്ച് ടു സെലിബ്രിറ്റീസ്, പ്രൊഫഷണൽ സ്പീക്കേഴ്സ്, എക്സിക്യൂട്ടീവ്സ് ഹൂ മേക്ക് കോർപ്പറേറ്റ് പ്രസൻറ്റേഷൻസ്. ഓക്കെ, കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ആ സ്പീക്കേഴ്സിനൊക്കെ ഹോൺ ചെയ്യുക അല്ലെങ്കിൽ അവർക്കൊക്കെ സഹായിക്കുന്ന ഒരു കോച്ചാണ് ഈ ഒരു പേഴ്സൺ. ഓക്കെ, അപ്പോൾ ആൾ എങ്ങനത്തെ ഉള്ള പേഴ്സണാണ്? അതായത് ആൾ സെലിബ്രിറ്റീസ്, ഓക്കെ, വലിയ വലിയ സെലിബ്രിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് അവർക്കൊരു സ്പീക്കിംഗ് കോച്ച് അല്ലെങ്കിൽ അവർക്ക് സ്പീക്കിംഗ് സ്കിൽസ് എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ സഹായിക്കുന്നുണ്ട്. പോരാണ്ട് പ്രൊഫഷണൽ സ്പീക്കേഴ്സിനും എക്സിക്യൂട്ടീവ്സിനും കോർപ്പറേറ്റ് പ്രസൻറ്റേഷൻസിനും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ആ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് പാട്രിസിയ ഫ്രിപ്പ്. ഓക്കെ, അപ്പോൾ ആ ഒരു പേഴ്സൺ എന്നെയാണ് നമ്മുടെ ഷേപ്പ് ഹൈക്കിംഗ് വന്നിട്ട് സ്പീക്കിംഗ് സ്കിൽസിന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളവിടെ പറയുന്നുണ്ട്. ഓക്കെ, then she also has an online speaking. ഓക്കെ, ഡയറക്റ്റായിട്ട് ഇപ്പോൾ പോയിട്ട് ആളുടെ അടുത്ത് നിന്ന് നോളേജ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ ഏബിൾ ടു ആക്സസ് ഹർ സ്പീക്കിംഗ് കോഴ്സ് ത്രൂ ദ ഓൺലൈൻ. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഓക്കെ, നെക്സ്റ്റ് ആണ് ഓൺ ദ ടോപ്പിക് ഓഫ് ഹോണിങ് സ്പീച്ച് സ്കിൽസ്. ഓക്കെ, ഇപ്പോൾ നമ്മളെന്താണ് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് നമ്മളെന്താണ് ഹോൺ ചെയ്യാണ് അല്ലേ, ഷാർപ്പൻ ചെയ്യാണ്. ഓക്കെ, ആ ഒരു സമയത്ത് അങ്ങനെ ഒരു പേഴ്സണാണ് പാട്രിക്ക ഫ്രിപ്പ് അല്ലേ. പാട്രിക്ക ഫ്രിപ്പ് പറയുമ്പോൾ സ്പീക്കിംഗ് കോച്ചാണ്, സെലിബ്രിറ്റീസിനും പ്രൊഫഷണൽസിനും ഒക്കെ വന്നിട്ട് ക്ലാസ് കൊടുക്കുന്ന ഒരു പേഴ്സണാണ്. ഓക്കെ, നെക്സ്റ്റ് ആൾ പറയുന്ന കാര്യമാണ് I'm often asked about Toastmasters. Okay, while this may not be the place to learn about how you build a successful career as professional speaker, it is a good place to better at speaking in front of the audience. Okay, a Toastmaster പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആൾ പറയുന്നുണ്ട്. അതായത് അവിടെ എന്തായാലും നിങ്ങൾക്ക് എന്താ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ കരിയർ വന്നിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊഫഷണൽ സ്പീക്കർ ആവണം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള പഠിപ്പിച്ച് തരുന്നൊരു പ്ലേസ് അല്ല. പക്ഷേ നമ്മൾ എങ്ങനെ ഒരു ഓഡിയൻസിൻ്റെ മുന്നിൽ ഓക്കെ ബിഗിനിങ് നമ്മൾ ലെവലിൽ ബിഗിനിങ് സ്പീക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ സംസാരിക്കണം, ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ ആ സ്കിൽസിനൊക്കെ പഠിച്ചൊരു പ്ലാറ്റ്ഫോമാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫൈനലി ദർ ഇസ് എ ഗ്രേറ്റ് റിസോഴ്സ് ദറ്റ് ഇസ് ഫ്രീ. ഓക്കെ, നെക്സ്റ്റ് ആൾ പറയും ഇതൊക്കെ പെയ്ഡാണ് കേട്ടോ. നമ്മൾ പാട്രിക്ക ആണെങ്കിലും ശരി അല്ലെങ്കിൽ ടോസ്റ്റ് മാസ്റ്റർ ഇതൊക്കെ വന്നിട്ട് പെയ്ഡാണ്. നെക്സ്റ്റ് അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ആളവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. സ്പീക്കർ നെറ്റ് ന്യൂസ് ഇസ് എ വീക്ക്ലി ന്യൂസ് ലെറ്റർ ദാറ്റ് ഹാസ് ടിപ്സ് ഓൺ എവറിത്തിങ് റിലേറ്റഡ് ടു സ്പീക്കിംഗ് ഇൻഡസ്ട്രി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്പീക്കിങ്ങിനെ കുറിച്ച് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് എന്താണ് സ്പീക്കർ ന്യൂസ് നെറ്റ് ന്യൂസ്. ഓക്കെ, സ്പീക്കർ നെറ്റ് ന്യൂസ് പറഞ്ഞ് ആ ഒരു ന്യൂസ് ലെറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എങ്ങനെയൊക്കെ നമുക്ക് സ്പീക്കിംഗ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം, അതിനെക്കുറിച്ചെല്ലാം എവറിത്തിങ് അതിനെക്കുറിച്ചെല്ലാം A to Z എല്ലാ കാര്യങ്ങളും അതിൽ നിന്നിട്ട് ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് പ്രോബബ്ലി ദെയർ വൺസ് യു സബ്സ്ക്രൈബ്. ഓക്കെ, അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ എന്താണ് അതിന് മുമ്പേ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റും ഫ്രീ ആയിട്ട്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് എല്ലാം തന്നെ നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് വേണോ എന്തൊക്കെ കണ്ടൻറ്റ്സ് വേണോ എല്ലാം അതിൽ അറേഞ്ച്ഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 3 വഴികളാണ് ടോസ്റ്റ് മാസ്റ്റർ, സ്പീക്കർ നെറ്റ് ന്യൂസ് ആൻഡ് പാട്രിക്ക ഫ്രിപ്പ്. ഈ 3 വഴിയിലൂടെയാണ് ആൾ ഷേപ്പ് ഹൈക്കിൻ പറഞ്ഞ മോട്ടിവേഷൻ സ്പീക്കർ എന്നിട്ട് എന്താണ് സ്പീക്കിംഗ് സ്കിൽസൊക്കെ ഒന്ന് ഹോൺ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഷാർപ്പ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് ദ ഐഡിയ ഓഫ് പ്രൊഫഷണൽ സ്പീക്കിംഗ് ഓർ മോട്ടിവേഷൻ സ്പീക്കിംഗ് ഇസ് ഇൻ യുവർ സൈറ്റ്സ് ദ എബോവ് റിസോഴ്സസ് ആർ ഗ്രേറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവണം, നിങ്ങൾക്ക് ഗുഡ് പബ്ലിക് സ്പീക്കർ ആവണം എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് പറഞ്ഞ 3 കാര്യം ന്യൂസ് നെറ്റ് ആണെങ്കിലും
നെറ്റ് ന്യൂസ് ആണെങ്കിലും ടോസ്റ്റ് മാസ്റ്റർ ആണെങ്കിലും പാട്രിക് ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ആളവിടെ പറയുന്നത്. ഓക്കെ, ഓഫ് കോഴ്സ് ദർ ഇസ് മച്ച് മോർ ദാൻ വാട്ട് ഐ ഹാവ് മെൻഷൻ. അതെ, ഇതല്ലാണ്ട് തന്നെ കൂടുതൽ ഇത് നമ്മൾ ഷെപ്പ് ഹൈക്കിൽ ഫോളോ ചെയ്ത കാര്യങ്ങളാണ്. ഇതല്ലാണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഇനിയും അവൈലബിൾ ആണ്. നമുക്ക് മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്സും ഒക്കെ, അതിനുള്ള എന്തൊക്കെ സ്കിൽസ് വേണം, എവിടെയൊക്കെ ആ സ്കിൽസൊക്കെ എവിടെ കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ എന്താ പറയുക ചാനൽസ് നമുക്ക് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇഷ്ടം പോലെ ആമ്പിൾ ഓഫ് ഇൻഫർമേഷൻ വി ക്യാൻ ഏബിൾ ടു ഗെറ്റ് ഇറ്റ് ത്രൂ ദ മീഡിയാസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ഈ ഒരു ലെസൺ വായിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യും. ഇതല്ലാണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ വന്നിട്ട് നമുക്ക് റെഫറൻസ് വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ ബി എ മോട്ടിവേഷൻ സ്പീക്കർ. ഓക്കെ, then next thing is that of course there is much more than what I have mentioned, but this can help you begin building to career that will hopefully fulfill you while you inspire others. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്നുണ്ടെങ്കിൽ ബിഗിനിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്താണ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഹെൽപ്ഫുൾ ആയിക്കഴിഞ്ഞ് നിങ്ങൾ മോട്ടിവേഷൻ സ്പീക്കർ ആയിക്കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരിനും അല്ലെങ്കിൽ ഒരു ബിഗിനിങ് സ്റ്റേജ് ഒരു ബിഗിനിങ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് എന്താണ് ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ദെൻ ഇഫ് യു ഹാവ് എവർ വാണ്ടഡ് ടു ചേഞ്ച് ദ വേൾഡ്, then this is your chance to do it one motivation speech at a time. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വേൾഡിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഈ കാണുന്ന വേൾഡ് ഒന്നും കൂടെ ഒന്ന് കുറച്ചൊരു ചേഞ്ചസിന് ഡീവിയേഷൻസ് അല്ലെങ്കിൽ പുതിയ കാര്യം ഇന്നോവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആൾ പറയുന്നത് ഷെപ്പ് ഹൈക്കിൻ പറഞ്ഞ ആ ഒരു റൈറ്റർ പറയാണ് ദിസ് ഈസ് യുവർ ചാൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഇത് നിങ്ങളുടെ ചാൻസ് ആണ് ടു ഡു ഇറ്റ് വൺ മോട്ടിവേഷൻ സ്പീച്ച് അറ്റ് എ ടൈം. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവാം. ഏതൊക്കെ രീതിയിൽ സ്പീക്കർ ആവണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ ഇതിന് മുമ്പത്തെ പാരഗ്രാഫിലൊക്കെ ആൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതല്ലാണ്ട് കുറേ കാര്യം ഗൂഗിളിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വേൾഡിന് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേൾഡ് നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ നമ്മൾ മോട്ടിവേഷൻ സ്പീക്കർ ആവുകയാണെങ്കിൽ നമ്മൾ മോട്ടിവേഷൻ സ്പീച്ച് അറ്റ് എ ടൈമിൽ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ വേൾഡിനെ നമുക്ക് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു മൈനർ ചേഞ്ചസ് എങ്കിലും നമുക്ക് ഈ വേൾഡിൽ കൊണ്ടുവരാൻ പറ്റും ഇഫ് യു ബി എ മോട്ടിവേഷൻ സ്പീക്കർ എന്ന ആൾ പറഞ്ഞ് ഈ ചാപ്റ്റർ എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് ടെക്സ്റ്റിന് രീതിയിൽ നമുക്ക് കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ ഇതൊരു വീഡിയോൻ്റെ ഒരു രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, സ്കാനർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കാനർ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡയറക്റ്റിംഗ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഈ ടെക്സ്റ്റിലത്തൊരു കുറച്ച് ഇൻഫർമേഷൻസ് മാത്രമേ ആ വീഡിയോ ഒന്ന് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കാനർ സ്കാൻ ചെയ്തിട്ട് ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻറ്റ്സൊക്കെ അതിൽ നിന്ന് കിട്ടാം. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ എക്സാമിനേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കേട്ട ശേഷം നിങ്ങൾ ചാപ്റ്റർ നോക്കിയ ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.